ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. തുടക്കം ഗംഭീരമാക്കാനാവാതെ ടീം ഇന്ത്യ. ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരവും പരാജയപ്പെട്ടുകൊണ്ട് പരമ്പര സമ്പൂർണ്ണമായി അടിയറവ് പറഞ്ഞിരിക്കുകയാണ് ടീം ഇന്ത്യ. നമുക്കറിയാം, ഇന്ത്യയുടെ പുതിയ പരിശീലകൻ ഗൗതം ഗംഭീർ ചുമതലയേറ്റെടുത്ത ശേഷമുള്ള ആദ്യ ഏകദിന പരമ്പരയിൽ തന്നെ ടീം ഇന്ത്യക്ക് കണ്ണീരോടെ തുടക്കം. ആദ്യ മത്സരം സമനിലയായതിനാൽ തന്നെ 2-0 ഇപ്പോൾ ശ്രീലങ്ക ഇന്ത്യക്കെതിരായിട്ടുള്ള ODI സീരീസ് സ്വന്തമാക്കിയിട്ടുള്ളത്. അവസാന ഏകദിനത്തിൽ 110 റൺസിൻ്റെ ഒരു കൂറ്റൻ വിജയം തന്നെയാണ് ലങ്ക നേടിയെടുത്തിട്ടുള്ളത്. നേരത്തെ T20 പരമ്പര 3-0 ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നു. സോ ഏകദിന പരമ്പര ഇപ്പോൾ 2-0 ശ്രീലങ്ക നേടിയിരിക്കുകയാണ്. പതിപോലെ മൂന്നാം മത്സരത്തിലും ലങ്ക തന്നെയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്തത്. നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 248 റൺസാണ് ശ്രീലങ്ക നേടിയത്. മറുപടി ബാറ്റിങ്ങിൽ ടീം ഇന്ത്യ വീണ്ടും ഒന്നുകൂടി പല്ലക്കിൽ സ്പിൻ കണിക്ക് മുൻപിൽ കറങ്ങി വീണു. 26.1 ഓവറിൽ 138 റണ്ണിന് പുറത്താവുകയായിരുന്നു ടീം ഇന്ത്യ. അതോടെ 110 റണ്ണിന് ഒരു കൂറ്റൻ വിജയം തന്നെയാണ് ശ്രീലങ്ക ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, 27 വർഷത്തിന് ശേഷമാണ് ശ്രീലങ്ക ഇന്ത്യക്കെതിരെ ഒരു ഏകദിന പരമ്പര സ്വന്തമാക്കുന്നത്. ലങ്കയ്ക്ക് വേണ്ടി അവിഷ്ക ഫെർണാണ്ടോ 96, കുഷാൽ മെൻഡിസ് 59, പത്തും നിസംഗ 45 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി റിയാൻ പരാഗ് അരങ്ങേറ്റക്കാരൻ ഏകദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മാച്ചിൽ തന്നെ ബൗൾ കൊണ്ട് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. 9 ഓവറിൽ 54 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ പതിപോലെ ഇന്നത്തെ മത്സരത്തിലും രോഹിത് ശർമ്മ മാത്രമായിരുന്നു അല്പമെങ്കിലും ഇന്ത്യൻ ബാറ്റിങ്ങിന് നെടുംതൂണായി നിന്നത്. പതിപോലെ പല്ലക്കിൽ വീണ്ടും ലങ്കയുടെ സ്പിൻ കെണിക്ക് മുൻപിലായിരുന്നു ടീം ഇന്ത്യ കറങ്ങി വീണത്. രോഹിത് ശർമ്മ 35, വാഷിംഗ്ടൺ സുന്ദർ 30, വിരാട് കോഹ്ലി 20 റൺസും നേടിയിട്ടുണ്ട്. ലങ്കയ്ക്ക് വേണ്ടി പതിപോലെ ഇന്നത്തെ മത്സരത്തിലും അവരുടെ സ്പിന്നർമാരാണ് ലങ്കയ്ക്ക് വേണ്ടി വിജയം പിടിച്ചെടുത്തിട്ടുള്ളത്. ദുനിത് വെല്ലലാകെ യുവതാരം 5.1 ഓവറിൽ 27 റൺസ് വഴങ്ങി 5 വിക്കറ്റ് നേടിയപ്പോൾ ജഫി വാണ്ടർസയും മഹീഷ് തീക്ഷണയും 2 വീതവും വിക്കറ്റും നേടിയിട്ടുണ്ട്. സോ അങ്ങനെ 27 വർഷത്തിന് ശേഷം ടീം ഇന്ത്യക്കെതിരെ ഒരു ODI സീരീസ് സ്വന്തമാക്കിയിരിക്കുകയാണ് ശ്രീലങ്ക. ഒരുപാട് നമുക്കറിയാം, കഴിഞ്ഞ ഏഷ്യ കപ്പിലടക്കം കണ്ണീരോടെ മടങ്ങിയ ശ്രീലങ്ക അങ്ങനെ അവരുടെ നാട്ടിൽ ടീം ഇന്ത്യക്കെതിരെ ഒരു മികച്ച വിജയം, അതും 27 വർഷത്തിന് ശേഷം ഏകദിന സീരീസിൽ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറിൻ്റെ ആദ്യ ഏകദിന ദൗത്യം തന്നെ പരാജയത്തോടുകൂടി ഇന്ത്യ തുടങ്ങിയിരിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.